ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. വൈകുണ്ഠ ഏകാദശിയെപ്പറ്റി ഞാൻ 1-2 വീഡിയോ ഇട്ടിരുന്നു. ഏകാദശി എങ്ങനെയാണ് ആചരിക്കേണ്ടത് എന്നാണ്, പാരണാസമയം എപ്പോഴാണ്, ഹരിവാസര സമയം എപ്പോഴാണ്, ഏകാദശി തിഥി എപ്പോൾ അവസാനിക്കുന്നു, എപ്പോൾ ആരംഭിക്കുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ അത് പോയി കാണണം. അതുപോലെ പല സ്ഥലങ്ങളിലെയും, കേരളത്തിലെ മാത്രമല്ല 1-2 സ്ഥലങ്ങളിലെ ആളുകൾ ചോദിച്ചിരുന്നു കഴിഞ്ഞ വീഡിയോകളിലൊക്കെ, അതും പറഞ്ഞിരുന്നു. മറ്റ് ചില കമൻറ്റുകൾ വന്നതിൻ്റെ, പല സ്ഥലങ്ങളിലെയും ചോദിച്ചതിൻ്റെ അത് കമൻ്റായിട്ട് തന്നെ ഞാനതിന് മറുപടിയും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ പറയാൻ വന്നിരിക്കുന്നത്, നമ്മൾ 23-ാം തീയതി ആണ് നമ്മൾ മോക്ഷദ ഏകാദശി അല്ലെങ്കിൽ വൈകുണ്ഠ ഏകാദശി ആയിട്ട് ആചരിക്കുന്നത്. നമ്മുടെ കേരളത്തിൽ അന്ന് രാവിലെ 7:11 ഏകാദശി തിഥി അവസാനിക്കും. പിന്നീട് വരുന്നത് മഹാദ്വാദശിയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ അന്നത്തെ ദിവസം തന്നെ വൈഷ്ണവ സമ്പ്രദായത്തിൽ ഏകാദശി എടുക്കുന്നതെന്നും മുമ്പത്തെ വീഡിയോയിൽ ഞാൻ വ്യക്തമായി പറഞ്ഞിരുന്നു. അതൊന്നും ഇനി ഞാൻ ആവർത്തിക്കുന്നില്ല. അപ്പോൾ ഈ 7:11 ശേഷം നമുക്കുള്ളത് മഹാദ്വാദശിയാണ്. അപ്പോൾ ഏകാദശിയും ദ്വാദശിയും കൂടി വരുന്ന മഹത്തായ ഒരു ദിവസമാണ് അന്നത്തെ ദിവസം എന്ന് പറയുന്നത്. അത് എന്ത് ദ്വാദശിയാണ് എന്ന് പറയാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അത് മത്സ്യദ്വാദശിയാണ്. അപ്പോൾ അന്ന് മോക്ഷദ ഏകാദശിയുടെ കൂട്ടത്തിൽ തന്നെ മത്സ്യദ്വാദശിയും വരുന്നുണ്ട്. പിന്നീട് മറ്റൊരു വിശേഷപ്പെട്ട ദിവസവും കൂടിയുണ്ട്. ഏതാണ്? മുമ്പ് വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാം, ഗീതാജയന്തിയാണ്. അതായത് ഭഗവാൻ നാരായണൻ അർജുനന് ഗീത ഉപദേശിച്ചു കൊടുത്ത ദിവസവും അന്നേ ദിവസമാണ്. അതുപോലെ മത്സ്യദ്വാദശിയുമാണ്. ഭഗവാന്റെ മത്സ്യ അവതാരം അന്നാണ്. ഭഗവാൻ മത്സ്യാവതാരത്തിൽ ഭുജാതനായത്, വേദങ്ങളെ സംരക്ഷിച്ചു കൊണ്ടുവന്നത്, അതിനുവേണ്ടി ഭഗവാൻ മത്സ്യരൂപത്തിൽ അവതരിച്ചത് ഈ ദിവസമാണെന്ന് കരുതുന്നു. അപ്പം വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ഏകാദശിയാണ് ധനുമാസത്തിലെ ഈ ഏകാദശി. അതുകൊണ്ട് തന്നെ എല്ലാവരും നന്നായി ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിക്കുക. അപ്പം ദ്വാദശിയും കൂടി ആയതുകൊണ്ട് അന്നത്തെ ദിവസം വൈകുന്നേരം നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ മഞ്ഞപ്പൂക്കൾ കൊണ്ട് ഭഗവാന് അർച്ചന ചെയ്യുന്നത് വളരെയധികം ഫലത്തെ പ്രദാനം ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾക്ക് നെയ്വിളക്ക് കത്തിക്കാൻ സാധിക്കുന്നെങ്കിൽ, അന്ന് സന്ധ്യയ്ക്ക് നെയ്വിളക്ക് കത്തിക്കാൻ സാധിക്കുന്നെങ്കിൽ വളരെ വളരെ നല്ലതാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് മുമ്പത്തെ വീഡിയോകളിൽ, മുഴുവൻ നെയ്യ് നിങ്ങൾക്ക് ഒഴിച്ച് കത്തിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ കത്തിക്കുന്ന ആ വെളിച്ചെണ്ണയിലോ അതല്ല നല്ലെണ്ണയിലാണെങ്കിലോ ഒരു ശകലം നെയ്യും കൂടെ ചേർത്തിട്ട് നിങ്ങൾക്ക് കത്തിക്കാം. ഭദ്രദീപം കത്തിക്കുന്നത് വളരെ വളരെ ശ്രേയസ്കരമാണ്. അതായത് 5 തിരിയിട്ട വിളക്ക് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഈ മത്സ്യദ്വാദശി ദിവസം നമ്മൾ ചെയ്യേണ്ടത് മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, നിങ്ങളുടെ ഒന്നുകിൽ ആ വിളക്കിലെ ആ നെയ്ക്കകത്തേക്ക് മഞ്ഞൾ ചേർന്ന നെയ്യ് കൊണ്ട് വിളക്ക് കത്തിക്കുന്നത് നല്ലതാണെന്ന് പറയുന്നു. അതായത് ആ എണ്ണയ്ക്കകത്ത് ഒരു നുള്ളു മഞ്ഞളും കൂടി ഇട്ടിട്ട് കത്തിക്കാം. അതല്ലെങ്കിൽ മഞ്ഞ കളറിലെ തുണി നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ, നമ്മൾ വിളക്ക് കത്തിക്കുന്ന നമ്മളുടെ തിരുത്തുണി ഉപയോഗിച്ചിട്ടാണ്, തെറുത്താണ് നിങ്ങൾ കത്തിക്കുന്നതെങ്കിൽ അതിൽ നമ്മളുടെ മഞ്ഞൾ ഇച്ചിരി വെള്ളത്തിൽ കലക്കി വെച്ചിട്ട് ഈ തുണി അതിനകത്ത് മുക്കി വെച്ച് കുറച്ച് നേരം കഴിയുമ്പോൾ അതിനൊരു മഞ്ഞ കളർ വരും. അതിനുശേഷം അത് ഉണക്കിയെടുത്ത് തിരിയായിട്ട് കത്തിക്കാം. അതല്ല നിങ്ങൾ തിരി കടയിൽ നിന്ന് മേടിച്ചിട്ടാണ് കത്തിക്കുന്നത് ആണെങ്കിൽ അതും ഇതേപോലെ തന്നെ കുറച്ച് നേരം മഞ്ഞൾ വെള്ളത്തിലിട്ട് വെച്ചിട്ട് അത് ഉണക്കി നിങ്ങൾക്ക് മഞ്ഞ കളറിലെ തിരിയായിട്ട് കത്തിക്കാം. ഇതൊന്നുമില്ലെങ്കിൽ നിങ്ങളുടെ എണ്ണയ്ക്കകത്തോട്ട് കുറച്ച് മഞ്ഞൾ ഇട്ടിട്ട് കത്തിച്ചാലും മതി. അപ്പോൾ ആ ഒരു മഞ്ഞളിൻ്റെ പുകയൊക്കെ നമ്മളുടെ ആ പൂജാമുറിയിൽ ആ ഭാഗത്തേക്ക് വരും. അപ്പോൾ പ്രാർത്ഥിക്കുമ്പം നമ്മൾ ഈ ഒരു മഞ്ഞളിൻ്റെ പുകയാണ് നമ്മൾ ശ്വസിക്കുന്നത്. അപ്പോൾ അങ്ങനെ കത്തിക്കുന്നത് ഈ മത്സ്യദ്വാദശി ദിവസം വളരെയധികം ഫലത്തെ പ്രദാനം ചെയ്യുമെന്നാണ് പറയുന്നത്. നമുക്ക് മനസ്സമാധാനം ഉണ്ടാകുന്നതിനും ആഗ്രഹ പൂർത്തീകരണത്തിനും സർവ്വ ഐശ്വര്യത്തിനും ഈ മഞ്ഞൾ തിരി ദ്വാദശി ദിവസം കത്തിക്കുന്നത്, അതല്ലെങ്കിൽ മഞ്ഞൾ ഇട്ട നെയ്യ് കൊണ്ട് വിളക്ക് കത്തിക്കുന്നത്, ഇത് രണ്ടും വേണമെങ്കിലും ചെയ്യാം. ഒന്നിൽ മഞ്ഞൾ ചേർന്ന നെയ്വിളക്ക് കത്തിക്കുന്നതോ അതല്ലെങ്കിൽ മഞ്ഞത്തിരിയിട്ട് വിളക്ക് കത്തിക്കുന്നതോ വളരെയധികം ഫലത്തെ പ്രദാനം ചെയ്യും എന്ന് പറയുന്നു. അതുപോലെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരു പാത്രത്തിൽ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് വെച്ചിട്ട് നമ്മൾ ഒരു പാത്രത്തിൽ കുറച്ച് ജലം എടുത്തിട്ട് അതിനകത്തേക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇടുക. അങ്ങനെ അതും കൂടെ ഭഗവാന്റെ മുമ്പിൽ വെച്ചിട്ട് പ്രാർത്ഥിച്ചതിന് ശേഷം നമ്മൾ ആ ജലം
നമ്മുടെ വീട്ടിലുള്ള ഏതെങ്കിലും ശുദ്ധമായ തുളസിക്ക് ഒഴിക്കരുത്. കാരണം തുളസി ദേവിക്ക് അന്ന് എന്താണ്, ഏകാദശി ദിവസമാണ്, ദേവി ഉപവസിക്കുകയാണ്. മറ്റേതെങ്കിലും മുല്ലച്ചെടിക്കോ അതല്ലെങ്കിൽ നമ്മൾ ശുദ്ധവും വൃത്തിയുമായിട്ടിരിക്കുന്ന മറ്റേതെങ്കിലും ഒരു ചെടിക്ക് ഈ മഞ്ഞൾ വെള്ളം ഒഴിച്ച് പ്രാർത്ഥിക്കുന്നത്, പ്രത്യേകിച്ച് കറ്റാർവാഴയ്ക്കൊക്കെ ഒഴിക്കുന്നത് വളരെ നല്ലതാണ്. അത് അങ്ങനെ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അത് വളരെ നല്ലതാണ്. അതല്ലെങ്കിൽ മാവിൻ്റെ ചോട്ടിലോ ഒക്കെ നിങ്ങൾക്ക് ആ മഞ്ഞൾ വെള്ളം ഒഴിച്ചിട്ട് പ്രാർത്ഥിക്കുന്നതും വളരെ നല്ലതാണ്. ആ ചെടിയെ നോക്കി നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് മത്സ്യദ്വാദശി ദിവസം ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രാർത്ഥനയുടെ കൂട്ടത്തിൽ ഓം മത്സ്യരൂപായ നമ, ഓം മത്സ്യരൂപായ നമ, ഓം മത്സ്യരൂപായ നമ എന്ന് 108 തവണ ജപിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ വളരെയധികം ഫലത്തെ പ്രദാനം ചെയ്യും. ഐശ്വര്യവും സമൃദ്ധിയും ആഗ്രഹപൂർത്തീകരണവും ഉണ്ടാകും. അതാണ് മത്സ്യദ്വാദശി ദിവസത്തിൻ്റെ പ്രത്യേകത നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചാൽ. ഇനി ഭഗവാന്റെ മത്സ്യാവതാരം എന്താണ് ആ കഥ? ബ്രഹ്മാവ് 4 വേദങ്ങളെ സൃഷ്ടിച്ചവനാണ് ബ്രഹ്മാവ്. ഏതൊക്കെയാണ് ആ 4 വേദങ്ങൾ? ഋഗ്വേദം, സാമവേദം, യജുർവേദം, അഥർവവേദം. അപ്പോൾ ഈ 4 വേദങ്ങളും സൃഷ്ടിച്ചത് ബ്രഹ്മാവാണ്. കുതിരയുടെ മുഖവും മനുഷ്യൻ്റെ രൂപവുമുള്ള ഒരു അസുരൻ ഉണ്ടായിരുന്നു. ആ അസുരൻ്റെ പേരാണ് ഹയഗ്രീവൻ. ഈ ഹയഗ്രീവൻ എന്ന അസുരൻ ഈ വേദങ്ങളെയും മോഷ്ടിച്ചുകൊണ്ട് കടലിനടിയിലേക്ക് പോയി എന്നാണ് പറയുന്നത്. വേദങ്ങൾ വീണ്ടെടുക്കുന്നതിന് വേണ്ടി ഹയഗ്രീവനെ വധിക്കേണ്ടത് ആവശ്യമായി വന്നു. അങ്ങനെ ഹയഗ്രീവനെ യുദ്ധം ചെയ്ത് വധിച്ച് വേദങ്ങൾ തിരിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഭഗവാൻ മത്സ്യരൂപത്തിൽ അവതരിച്ചത്. അതാണ് ഭഗവാന്റെ മത്സ്യാവതാരം. ഭഗവാൻ ആ രൂപത്തിൽ അവതരിക്കുകയും ഹയഗ്രീവൻ എന്ന അസുരനെ വധിക്കുകയും 4 വേദങ്ങളും വീണ്ടെടുക്കുകയും ചെയ്തു. ഭഗവാന്റെ ദശാവതാരങ്ങളിൽ ആദ്യത്തെ അവതാരമാണ് മത്സ്യാവതാരം. അപ്പം ഭഗവാൻ മത്സ്യാവതാരം പൂണ്ട ആ ദിവസമായിട്ടാണ് ഈ മത്സ്യദ്വാദശി ദിവസത്തെ നമ്മൾ കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ അന്നത്തെ ദിവസം ഭഗവാന് മഞ്ഞപ്പൂക്കൾ കൊണ്ട് അർച്ചന ചെയ്യുന്നതും മഞ്ഞൾ ചേർത്ത നെയ്വിളക്ക് കത്തിക്കുന്നതും വളരെയധികം നല്ലതാണ്. അതുപോലെ ഈ പാത്രത്തിൽ മഞ്ഞപ്പൊടി, വെള്ളവും മഞ്ഞപ്പൊടിയും കൂടെ ഇട്ട് വെച്ചിട്ട് അത് പ്രാർത്ഥിച്ച് ചെടിക്കൊഴിക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ എന്താ പറഞ്ഞത്? ഓം മത്സ്യരൂപായ നമ എന്ന് 108 തവണ നിങ്ങളുടെ പ്രാർത്ഥനയുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുന്നതും നല്ലതാണ്. അപ്പോൾ ഏകാദശി ദിനത്തിൽ മത്സ്യദ്വാദശി ദിനവും കൂടി വരുന്നു. അതുകൂടാതെ ഗീതാജയന്തി. ഗീതാജയന്തിക്ക് എന്താണ് പ്രത്യേകത? ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനന് ഭഗവത്ഗീത ഉപദേശിച്ചു കൊടുത്ത ദിനമായിട്ടാണ് ഗീതാജയന്തി ദിവസം ആചരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർന്ന് വന്നിരിക്കുന്ന ഒരു പുണ്യദിനമാണ് ധനുമാസത്തിലെ ഈ വൈകുണ്ഠ ഏകാദശി അല്ലെങ്കിൽ മോക്ഷദ ഏകാദശി. ഈ മോക്ഷദ ഏകാദശി എങ്ങനെ ആചരിക്കണം, എന്താണ് അതിൻ്റെ ഫലങ്ങളെന്ന് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോയും എല്ലാവരും കാണണം. അത് ഞാനല്ല പറയുന്നത്, അത് പറയുന്നത് ഭഗവാനാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഈ ഏകാദശി വ്രതത്തിന് എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന്. ഇനി മറ്റൊരു കാര്യം പറയാം. നമ്മുടെ നാട്ടിൽ ഒരുപാട് ആളുകൾക്ക് വളരെയധികം തെറ്റിദ്ധാരണകളുണ്ട്. ഭഗവാനെ പ്രാർത്ഥിക്കുന്നതിൻ്റെ കാര്യത്തിലോ വ്രതമെടുക്കുന്ന കാര്യത്തിലോ ക്ഷേത്രത്തിൽ പോകുന്ന കാര്യത്തിലോ ഒക്കെ. കേരളീയർ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കൂടുതൽ ആളുകളും നോൺ വെജിറ്റേറിയൻ ഭക്ഷണം ഉപയോഗിക്കുന്നവരാണ്. എല്ലാവരുടെയും മിക്കവാറും ആളുകളുടെയും വീട്ടിൽ ദിവസവും മീൻ മേടിച്ച് അവർ ഭക്ഷണത്തോടുകൂടി ഉൾപ്പെടുത്തുന്നവരാണ്. മിക്ക ആളുകളും അങ്ങനെ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പം ആ ദിവസങ്ങളിലൊന്നും നിങ്ങൾ ഭഗവാനെ വിളിക്കില്ലേ, ഭഗവാനെ പ്രാർത്ഥിക്കില്ലേ? എനിക്കത് മനസ്സിലാകുന്നില്ല. അപ്പോൾ എത്ര ദിവസം നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റും ഭഗവാനെ? മിക്ക ആളുകളും ഇതുപോലെ ഏകാദശിയോ ഷഷ്ടിയോ ഒക്കെ വരുന്ന ദിവസം കഴിക്കില്ല, ബാക്കി ദിവസങ്ങളെല്ലാം കഴിക്കും. മീനെന്ന് പറയുന്നത് കേരളീയരുടെ നിത്യഭക്ഷണത്തിൽ ഉൾപ്പെടുത്താത്ത ദിവസം വളരെ കുറവാണ്. നോൺ വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കുന്ന എല്ലാവരും മീൻ ഉപയോഗിക്കാറുണ്ട്, അല്ലെങ്കിൽ മുട്ട ഉപയോഗിക്കും, അതല്ലെങ്കിൽ മാംസാഹാരങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്.
പക്ഷേ ഇതൊക്കെ ഉപയോഗിക്കുന്നത് കൊണ്ട് നമ്മൾ ഭഗവാനെ വിളിക്കില്ല, നമ്മൾ ക്ഷേത്രത്തിൽ പോകില്ല, വിളക്ക് കത്തിക്കില്ല എന്നൊക്കെ പറഞ്ഞാൽ എന്താ? എത്ര ദിവസം നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് പറ്റും? എത്ര ദിവസം നമുക്ക് ദൈവത്തെ വിളിക്കാനായിട്ട് പറ്റും? അപ്പോൾ അത് നമ്മളുടെ ഭക്ഷണ രീതിയാണത്. ഇത് ഇങ്ങനെയൊരു രീതി നമ്മൾ കാലങ്ങളായിട്ട് നമ്മളത് പാലിച്ചു വരുന്നത് കൊണ്ട് നമുക്കതൊരു ദിവസം നമ്മൾ ദൈവത്തെ വിളിക്കുന്നു എന്ന് കരുതി നമുക്കത് ഉപേക്ഷിക്കണമെന്നൊന്നും പറയുന്നത് ശരിയല്ല. വിശേഷ ദിവസങ്ങളിൽ നമ്മളത് മാറ്റി വെക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ നിങ്ങൾ അങ്ങനെയൊന്നും ചിന്തിക്കരുത്. നമ്മൾ ഭഗവാനെ വിളിക്കാനുള്ള അവസരങ്ങളൊന്നും നിങ്ങൾ ഇങ്ങനെയുള്ള നിസ്സാരമായ എക്സ്ക്യൂസുകൾ പറഞ്ഞ് മാറ്റി വെക്കരുത്. നിങ്ങൾ മീനൊക്കെ വെട്ടി ഉച്ചയ്ക്ക് ചോറും കൂട്ടാനും ഒക്കെ കഴിച്ചാൽ വൈകുന്നേരം വിളക്ക് കത്തിക്കുന്നതിന് മുമ്പ് നിങ്ങൾ വൃത്തിയായിട്ടൊന്ന് ശരീരശുദ്ധി വരുത്തൂ. അതിനുശേഷം നിങ്ങൾ വിളക്ക് കത്തിച്ച് ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിക്കുക. വൈകുന്നേരം മേല് കഴുകിയാൽ മതി, തലയിലേക്ക് വെള്ളം കോരി ഒഴിക്കണമെന്ന് പോലും ഞാൻ പറയുന്നില്ല. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇനി അതല്ല കുളിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കുളിക്കുക. അതിനുശേഷം ശുദ്ധവും വൃത്തിയായിട്ട് ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിക്കുക. അതാണ് വളരെ അത്യാവശ്യം. ഇപ്പം മീൻ കഴിച്ചു, രാവിലെ നമ്മൾ കുളിച്ചു, സന്ധ്യയ്ക്ക് കുളിച്ചാൽ ചില മനുഷ്യർക്ക് തലനീരിറങ്ങും, അവർക്ക് തലവേദന എടുക്കും. അപ്പോൾ അവരെന്താ ചെയ്യേണ്ടത്? വൈകുന്നേരം പോയി തലയിൽ വെള്ളം ഒഴിക്കാതിരിക്കുക, ശരീരം നന്നായി ശരീരശുദ്ധി വരുത്തുക. അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ പൂജാമുറിയിൽ കയറി ഭഗവാനോട് പ്രാർത്ഥിക്കുക. പിറ്റേ ദിവസവും നിങ്ങളുടെ ഇഷ്ടഭക്ഷണം മേടിച്ച് കഴിക്കാനുള്ള പണത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കരുതേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുക. അതാണ് ഭഗവാന് താല്പര്യം. അപ്പോൾ ഓരോ ദിവസവും നിങ്ങളിങ്ങനെ ഞാനത് കഴിച്ചു, ഇത് കഴിച്ചു, ഞാൻ അവിടെ പോയി ഇവിടെ പോയി എന്നും പറഞ്ഞ് ദൈവത്തെ വിളിക്കാതിരുന്നാൽ എപ്പോൾ നമുക്ക് വിളിക്കാനായിട്ട് കഴിയും? അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ മാറ്റിവെച്ചതിന് ശേഷം നിങ്ങൾ പരമാവധി സമയം നമ്മുടെ ശരീരശുദ്ധിയോടുകൂടി വിളക്ക് കത്തിച്ച് ഭഗവാനെ പ്രാർത്ഥിക്കാനായിട്ട് ശ്രമിക്കുക. വൈകുന്നേരം നിങ്ങൾ മേല് കഴുകിയിട്ട് വിളക്ക് കത്തിക്കുക. ഇനി മേല് കഴുകാൻ പറ്റിയില്ല, നിങ്ങൾ വിളക്ക് കത്തിച്ചില്ല, നിങ്ങളുടെ വീട്ടിലുള്ള നിങ്ങളുടെ അമ്മയാണ് മേല് കഴുകി വിളക്ക് കത്തിച്ചതെങ്കിൽ നിങ്ങൾക്ക് വൈകുന്നേരം താമസിച്ചാണ് വന്നത്, നിങ്ങൾക്ക് മേല് കഴുകാൻ പറ്റുന്നില്ല. സന്ധ്യാസമയത്ത് നിങ്ങൾ ചിലപ്പോൾ ഓഫീസിലായിരിക്കാം, ബസ്സിലായിരിക്കാം, നിങ്ങൾ ഉച്ചയ്ക്ക് മീൻ കഴിച്ചു കാണും. പക്ഷേ നിങ്ങൾ ആ ബസ്സിലിരുന്ന് ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിക്കുക. വിളക്ക് കത്തിക്കുമ്പോൾ മാത്രം നമ്മളൊന്ന് കുളിച്ചിട്ട് വിളക്ക് കത്തിച്ചു എന്നല്ലേ ഉള്ളൂ. ബാക്കി സമയം നിങ്ങൾക്ക് പ്രാർത്ഥിക്കുന്നതിനെന്താ? നിങ്ങളങ്ങനെ പ്രാർത്ഥിക്കണം, പ്രാർത്ഥിക്കാതിരിക്കരുത്. ഒരു കാരണവശാലും പ്രാർത്ഥിക്കാതിരിക്കരുത്. അങ്ങനെ പ്രാർത്ഥിക്കാതിരുന്നാൽ അതിൻ്റെ നഷ്ടം നമുക്ക് മാത്രമാണ്, മറ്റാർക്കും ഇല്ല. അത് നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ ഏകാദശി എടുക്കുമ്പോൾ നിങ്ങളുടെ ആരോഗ്യസ്ഥിതി നോക്കി നിങ്ങളുടെ മരുന്നും മറ്റു കാര്യങ്ങളുമൊക്കെ നോക്കിയിട്ട് വേണം നിങ്ങൾ ഏകാദശി എടുക്കാൻ. ഏകാദശി ദിവസം നമ്മൾ പകൽ ഉറങ്ങരുതെന്ന് പറയും. നിങ്ങൾ ആ ഹരിവാസര സമയം കഴിഞ്ഞിട്ട്, ഹരിവാസര സമയം ഓരോ സ്ഥലത്തെയും ഞാൻ പറഞ്ഞു, ആ ഹരിവാസര സമയം കഴിഞ്ഞ് രോഗമുള്ളവരാണെങ്കിൽ ഇച്ചിരി നേരം കണ്ണടച്ചൊന്ന് കിടന്നു എന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആ ഹരിവാസര സമയം തീരുന്നിടം വരെ നിങ്ങൾ ഉറങ്ങാതിരിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം ആ സമയത്ത് ഭഗവാന്റെ സാന്നിധ്യം ഭൂമിയിലുണ്ടെന്ന് വിശ്വസിക്കും. ഇതൊക്കെ നമ്മുടെ വിശ്വാസങ്ങളാണ്. അതിനുശേഷം നിങ്ങൾക്ക് തീരെ വയ്യ, സുഖമില്ലാത്ത ആളുകളാണ്, അവർ കണ്ണും തുറന്നൊന്നും ഇരിക്കേണ്ട, ഭഗവാൻ അങ്ങനെയൊന്നും പറയുന്നില്ല. ആ ഹരിവാസര സമയം വരെ നമ്മളൊന്ന് ഉറങ്ങാതിരുന്ന് ഭഗവാനെ പ്രാർത്ഥിക്കണം. കാരണം ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ ഇത്തവണ ഹരിവാസര സമയം വന്നിരിക്കുന്നത് പകൽ സമയമാണ്. അപ്പോൾ ആ സമയം വരെ നിങ്ങളൊന്ന് ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിക്കുക. അതിനുശേഷം വേണമെങ്കിൽ നിങ്ങൾക്ക് അസുഖമുണ്ട്, നിങ്ങൾക്ക് അല്പസമയം ഒന്ന് കണ്ണടച്ചിരുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ഒന്നും മയങ്ങിയില്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിന് അത് ദോഷമായി ഭവിക്കുമെന്നുണ്ടെങ്കിൽ അല്പസമയം ഈ ഹരിവാസര സമയം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഇച്ചിരി നേരം വിശ്രമിക്കാം. ഭഗവാൻ എപ്പോഴും നോക്കുന്നത് എന്താണ്? തൻ്റെ ഭക്തർ തന്നോട് സ്നേഹമുള്ളവരാണോ, തന്നോട് ആത്മാർത്ഥതയുള്ളവരാണോ, തന്നെ സ്നേഹിക്കുന്നുണ്ടോ, തന്നെ പ്രാർത്ഥിക്കുന്നുണ്ടോ? ഇതാണ് ഭഗവാൻ നോക്കുന്നത്. അപ്പം ജപമാണ് ഏറ്റവും പ്രധാനം. പരമാവധി സമയം നിങ്ങൾ ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ഭഗവാനെ സ്നേഹിക്കുക. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. പിന്നെ നിങ്ങളുടെ ആരോഗ്യസ്ഥിതി ഒന്നും വ്രതമെടുത്ത് മോശമാക്കരുത്. വ്രതത്തിലൂടെ നിങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനേ ശ്രമിക്കാവൂ. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതിനുദാഹരണങ്ങളായിട്ട് ഞാൻ ഒരുപാട് കഥകൾ പറഞ്ഞിട്ടുണ്ട്. ഈ ചാനൽ ഫോളോ ചെയ്യുന്ന ആളുകൾക്കൊക്കെ അത് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. കാരണം വ്യാധഗീത എന്ന് പറയുന്ന ഒരു കഥ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് കർമ്മം ചെയ്യുന്നതിൻ്റെ പ്രാധാന്യം അത് പ്രത്യേകം പറയുന്നുണ്ട്. അപ്പോൾ കർമ്മം ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഫലം ലഭിക്കുന്നത്, അപ്പോൾ അതാണ് ഭഗവാൻ അവിടെ നോക്കുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. അതല്ലാതെ നമ്മൾ ഓരോ എക്സ്ക്യൂസുകൾ പറഞ്ഞ് ഭഗവാനോടുള്ള പ്രാർത്ഥന മുടക്കിയിരുന്നാൽ അത് ആത്യന്തികമായ ദോഷമുണ്ടാക്കുന്നത് അല്ലെങ്കിൽ
ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് നമുക്ക് മാത്രമാണ്. അതുകൊണ്ട് നിങ്ങൾ ഭഗവാനെ വിളിക്കുന്ന കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള തടസ്സങ്ങളും പറയാതെ ഭഗവാനെ മനഃശുദ്ധിയോടുകൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്കുണ്ടാകും. ഏകാദശി എല്ലാവരും ഭംഗിയായി എടുക്കുക. അവരവരുടെ ആരോഗ്യസ്ഥിതി നോക്കിക്കൊണ്ട് പരമാവധി സമയം ഭഗവാനെ പ്രാർത്ഥിക്കാനും ഭഗവാനെ ഓർക്കാനും ഭഗവാനെ സ്നേഹിക്കാനും ശ്രമിക്കുക. അതാണ് ഏകാദശി ദിവസം നമുക്ക് ചെയ്യാനുള്ളത്. ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ. ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങൾക്കും നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ. ഹരേ കൃഷ്ണ.